സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ്രോയിഡ് മലയാളി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇട്ടാൽ അതിന് അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ നല്ലോണം അത് ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോയുടെ ആദ്യ പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അതിൽ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആദ്യ പാർട്ട് കാണാം. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 66ാമത്തെ ചോദ്യം. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണ്? ഉത്തരം: വാഹനങ്ങൾ തമ്മിൽ 5 മീറ്ററിൽ കൂടുതൽ ദൂരം പാടില്ല. കെട്ടാൻ ഉപയോഗിക്കുന്ന കയറോ ബാഗോ കാണുവാൻ കഴിയണം. മണിക്കൂറിൽ 24 കിലോമീറ്ററിലധികം വേഗത പാടില്ല. കെട്ടിവലിക്കപ്പെടുന്ന വാഹനത്തിൻ്റെ സീറ്റിൽ അത് ഓടിക്കുവാൻ ലൈസൻസുള്ള ഒരു ഡ്രൈവർ ഉണ്ടാവണം. മുന്നിലും പിന്നിലും ഓൺ ടോ എന്നെഴുതിയിരിക്കണം. 67ാമത്തെ ചോദ്യം. മുന്നിൽ പോകുന്ന വാഹനവുമായി പാലിക്കേണ്ട ദൂരം എത്രയാണ്? ഉത്തരം: റോഡ്, വാഹനം, ബ്രേക്കിൻ്റെ പ്രവർത്തനക്ഷമത എന്നിവ അനുസരിച്ച് സുരക്ഷിതമായ ദൂരം പാലിച്ചിരിക്കണം. 68ാമത്തെ ചോദ്യം. ഒരു ഘോഷയാത്രയോ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ മാർച്ച് എന്നിവ കടന്നു പോകുമ്പോൾ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ്? ഉത്തരം: മണിക്കൂറിൽ 25 കിലോമീറ്റർ. 69ാമത്തെ ചോദ്യം. സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിട്ടുള്ള സന്ദർഭം ഏതെല്ലാമാണ്? ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ. 70ാമത്തെ ചോദ്യം. വാടകയ്ക്കോ കൂലിക്കോ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളിൽ അഥവാ പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ കയറ്റുവാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: അപകടകരമായ സാധനങ്ങൾ, ഇന്ധനവും ഓയിലും ഒഴികെയുള്ള കത്താവുന്നതോ പൊട്ടിത്തെറിക്കാവുന്നതോ ആയവ. 71ാമത്തെ ചോദ്യം. വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം: 1 വർഷം. എന്നാൽ പുതിയ നിയമപ്രകാരം പുതുതായി വാഹനമെടുക്കുന്ന എല്ലാ വണ്ടികളിലും 5 വർഷത്തേക്കുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. 72ാമത്തെ ചോദ്യം. മോട്ടോർ വാഹന നിയമത്തിലെ 112ാം വകുപ്പ് അനുശാസിക്കുന്നത് എന്താണ്? ഉത്തരം: അനുവദിച്ചിട്ടുള്ള കൂടുതൽ വേഗം പാടില്ല എന്നത്. 73ാമത്തെ ചോദ്യം. വാഹന പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ അഥവാ PUCCയുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം: 6 മാസം. എന്നാൽ പുതിയ വാഹനങ്ങൾ അഥവാ BS6 മുതലായുള്ള പുതിയ എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ ആദ്യത്തെ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് PUCC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. 2ാമത്തെ വർഷം മുതൽ പുതുക്കുമ്പോൾ 1 വർഷത്തേക്കാണ് നിങ്ങൾക്ക് കാലാവധി നീട്ടി ലഭിക്കുന്നത്. 74ാമത്തെ ചോദ്യം. രാത്രി കാലങ്ങളിൽ വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഉത്തരം: പാർക്ക് ലൈറ്റ് ഇടണം. 2ാമത്തേത് പാർക്കിംഗ് ബ്രേക്ക് അഥവാ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കണം. 75ാമത്തെ ചോദ്യം. ഒരു വാഹനം പുറകോട്ട് ഓടിക്കുവാൻ അനുവദിച്ചിട്ടുള്ള സന്ദർഭം ഏതാണ്? ഉത്തരം: ദിശ മാറ്റാൻ അഥവാ തിരിക്കുവാൻ മാത്രം. 76ാമത്തെ ചോദ്യം. ഒരു വാഹനം പുറകോട്ട് ഓടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഉത്തരം: പുറകിൽ നിന്നും മറ്റു വാഹനങ്ങൾ വരുന്നില്ല, മറ്റു വാഹനങ്ങൾക്ക് അപകടമില്ല അല്ലെങ്കിൽ തടസ്സമില്ല എന്നിവ ഉറപ്പാക്കണം. 77ാമത്തെ ചോദ്യം. മോട്ടോർ വാഹന നിയമം 113ാം വകുപ്പ് നിഷ്കർഷിക്കുന്നത് എന്താണ്? ഉത്തരം: അമിതഭാരം കയറ്റുവാൻ പാടില്ല. 78ാമത്തെ ചോദ്യം. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഉത്തരം: 6 മാസം വെറും തടവ്, 2000 രൂപ പിഴ. ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും കൂടി. എന്നാൽ ഓർത്തിരിക്കുക, ഈ നിയമങ്ങളിൽ അധികവും മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിലവിൽ നിങ്ങൾ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ ശിക്ഷ എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. 79ാമത്തെ ചോദ്യം. ഒരു ഡ്രൈവർ തൻ്റെ വാഹനം നിർബന്ധമായും നിർത്തിയിടേണ്ട സന്ദർഭങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: നിയന്ത്രിക്കുവാൻ കഴിയാത്ത മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ ആവശ്യപ്പെട്ടാൽ, യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ, വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ.
80-ാമത്തെ ചോദ്യം, ഒരു വാഹനത്തിൽ അനുവദിച്ചിട്ടുള്ളതിലും കൂടുതൽ ഭാരം കയറ്റിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഉത്തരം കുറഞ്ഞത് 2000 രൂപ പിഴ. അധികമുള്ള ഓരോ ടണ്ണിനും 1000 രൂപ വീതം അധികമായി അടക്കണം. കൂടാതെ അധികമുള്ള ഭാരം ഇറക്കുവാനുള്ള കൂലി നിങ്ങൾ നൽകേണ്ടതാണ്. എന്നാൽ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ ശിക്ഷ നിലവിൽ ഏതാണോ ശിക്ഷ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പുതിയ നിയമപ്രകാരം ഏതാണോ ശിക്ഷയുള്ളത് അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇത് മാത്രമല്ല, വാഹന നിയമങ്ങളിൽ പുതുതായിട്ട് വന്ന ശിക്ഷ ഏതാണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒരുപക്ഷെ ഈ പറയുന്ന പുസ്തകം അച്ചടിക്കുമ്പോഴുള്ള ശിക്ഷയായിരിക്കില്ല നിലവിലുള്ളത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 81-ാമത്തെ ചോദ്യം, വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം അപകടമുണ്ടായ സാഹചര്യം, പോളിസി നമ്പറും കാലാവധിയും, അപകടമുണ്ടായ തീയതി, സമയം, സ്ഥലം, ആരെങ്കിലും കൊല്ലപ്പെട്ടെങ്കിൽ ആ വിവരം, അതുപോലെ തന്നെ ഡ്രൈവറുടെ പേര്, വിലാസം, ലൈസൻസിൻ്റെ വിശദ വിവരം എന്നിവ. 82-ാമത്തെ ചോദ്യം, ഒരു കൊടും വളവിൽ ചെല്ലുമ്പോൾ ഡ്രൈവർ എന്തെല്ലാം ചെയ്യണം? ഉത്തരം ഗിയർ ഡൗൺ ചെയ്ത് വേഗം കുറച്ച് ഹോൺ മുഴക്കി ഇടതുവശം ചേർന്ന് പോകണം. 83-ാമത്തെ ചോദ്യം, വാഹനം അപകടത്തിൽപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം അപകടമുണ്ടായ സാഹചര്യം, പരിക്കേറ്റവർക്ക് വൈദ്യസഹായം ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ വിവരങ്ങൾ. 84-ാമത്തെ ചോദ്യം, ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞ് എത്ര കാലത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുന്നത്? ഉത്തരം 1 മാസം. 85-ാമത്തെ ചോദ്യം, പിന്നിലിരിക്കുന്ന യാത്രക്കാരൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിക്കേണ്ട ഉപകരണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം സാരി ഗാർഡ് അഥവാ റിയർ വീൽ കവർ, ഫുട് റെസ്റ്റ്, കൈപ്പിടി അഥവാ ഹാൻഡ് ഗ്രിപ്പ് എന്നിവ. 86-ാമത്തെ ചോദ്യം, സുരക്ഷിതത്വം മുൻനിർത്തി വാഹനം പുറപ്പെടുന്നതിന് മുമ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ബ്രേക്ക്, ലൈറ്റ്, ടയർ, വൈപ്പർ എന്നിവയുടെ കാര്യക്ഷമത, വിൻഡ് സ്ക്രീൻ വൃത്തിയുണ്ടോ എന്ന് നോക്കുക. 87-ാമത്തെ ചോദ്യം, ലൈൻ ട്രാഫിക് ഏർപ്പെടുത്തിയിട്ടുള്ള റോഡുകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം നിശ്ചിത സിഗ്നൽ കൊടുത്ത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സവും അപകടവും കൂടാതെ മാറണം. 88-ാമത്തെ ചോദ്യം, ലേറ്റ് മോട്ടോർ വാഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ കാണുന്ന വാഹനങ്ങളിൽ എന്തെല്ലാമാണ് ലേറ്റ് മോട്ടോർ വാഹനങ്ങൾ? ഉത്തരം 7500 കിലോഗ്രാമിൽ കുറവുള്ള അല്ലെങ്കിൽ ഭാരമുള്ള വാഹനങ്ങളാണ് ലേറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന ഗണത്തിൽപ്പെടുന്നത്. ഉദാഹരണം കാറുകൾ, പിക്കപ്പ് വാനുകൾ, ജീപ്പുകൾ, ഒമ്നി തുടങ്ങിയവ. 89-ാമത്തെ ചോദ്യം, സ്വകാര്യ വാഹനങ്ങളുടെയും ട്രാൻസ്പോർട്ട് അഥവാ ടാക്സി, ബസ്, ചരക്ക് വാഹനം മുതലായ വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റുകൾ ഏതു വിധത്തിലായിരിക്കണം? ഉത്തരം സ്വകാര്യ വാഹനങ്ങൾക്ക് വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങളായിരിക്കും നമ്പർ പ്ലേറ്റ് എഴുതിയിരിക്കുന്നതാണ് പറയുന്നത്. വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. എന്നാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അഥവാ ടാക്സി, ബസ്, ചരക്ക് വാഹനം മുതലായവയിൽ മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങളായിരിക്കും. കൂടാതെ പുതുതായിട്ടിപ്പോൾ ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിളും കൂടിയുണ്ട്. ഇതിനെങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതിൻ്റെ നമ്പർ പ്ലേറ്റുകൾ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങളായിരിക്കും. 90-ാമത്തെ ചോദ്യം, ഡ്രൈവർ തൻ്റെ വാഹനം ആശുപത്രി കവാടത്തിന് മുന്നിൽ പാർക്ക് ചെയ്യുന്നു. ഇയാളുടെ നടപടി ശരിയാണോ? ഉത്തരം ഇയാളുടെ നടപടി തെറ്റാണ്. 91-ാമത്തെ ചോദ്യം, മുന്നിൽ പോകുന്ന വാഹനം ഓവർടേക്ക് ചെയ്യുവാൻ സിഗ്നൽ തരാത്ത പക്ഷം ഡ്രൈവർ എന്തു ചെയ്യണം? ഉത്തരം ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. 92-ാമത്തെ ചോദ്യം, പൊതുസ്ഥലത്തോ മറ്റ് എന്തെങ്കിലും സ്ഥലത്തോ ഒരു ട്രാൻസ്പോർട്ട് വാഹനം യാത്രക്കാർക്കോ പൊതുജനങ്ങൾക്കോ ആ സ്ഥലം ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്കോ തടസ്സമോ അസൗകര്യമോ ഉണ്ടാക്കുന്ന വിധത്തിൽ പണിമുടക്കിൻ്റെയോ സമരത്തിൻ്റെയോ സൂചനയായി വാഹനം ഉപേക്ഷിക്കുന്നതിൻ്റെ ശിക്ഷ എന്താണ്? ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനോ ക്യാൻസൽ ചെയ്യുന്നതിനോ വരെ പര്യാപ്തമായ കുറ്റമാണിത്. 93-ാമത്തെ ചോദ്യം,
നഗര അതിർത്തിക്കുള്ളിൽ മീഡിയം വാഹനങ്ങളുടെ പരമാവധി വേഗത എത്രയാണ്? ഉത്തരം 35 കിലോമീറ്റർ. 94-ാമത്തെ ചോദ്യം. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം വാഹനം പാർക്ക് ചെയ്യുവാൻ. 95-ാമത്തെ ചോദ്യം. ഒരു ആശുപത്രിക്ക് സമീപം നിങ്ങൾ ഹോൺ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഉത്തരം വേഗത കുറച്ച് ഹോൺ അടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കും. 96-ാമത്തെ ചോദ്യം. മോട്ടോർ വാഹന നിയമം 129-ാം വകുപ്പ് പ്രകാരം ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാവുന്ന ഡ്രൈവർ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം എന്താണ്? ഉത്തരം ഹെൽമറ്റ് ധരിക്കണം. 97-ാമത്തെ ചോദ്യം. മുമ്പിൽ വഴുക്കലുള്ള റോഡ് എന്ന് കാണിക്കുന്ന ട്രാഫിക് ചിഹ്നം കണ്ടാൽ ഡ്രൈവർ എന്തു ചെയ്യണം? ഉത്തരം ഗിയർ ഡൗൺ ചെയ്ത് വേഗത കുറയ്ക്കണം. 98-ാമത്തെ ചോദ്യം. ഓട്ടോറിക്ഷകൾ മലമ്പാതകളിൽ ഓടിക്കുന്ന പരമാവധി വേഗത എത്രയാണ്? ഉത്തരം 30 കിലോമീറ്റർ. 99-ാമത്തെ ചോദ്യം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടിക്കയറുകയോ ചാടിയിറങ്ങുകയോ ചെയ്യുന്നത് നിയമപ്രകാരം അനുവദനീയമാണോ? ഉത്തരം ഒരു വാഹനത്തിലും അനുവദനീയമല്ല. 100-ാമത്തെ ചോദ്യം. രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്ത് ഓടിക്കുന്നത് നിയമപ്രകാരം തെറ്റാണോ? ഉത്തരം ഇത് നിയമവിരുദ്ധമായ കാര്യമാണ്. സത്യത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളുടെ വാഹനം ലഭിച്ചിട്ട് നമ്മൾക്ക് നമ്പർ പ്ലേറ്റ് ലഭിക്കുവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കാറുണ്ട്. ആ സമയങ്ങളിൽ രജിസ്റ്റേർഡ് അല്ല എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കാറുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം നമ്മൾക്ക് വാഹനം വാങ്ങുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് നമ്പർ അടക്കമാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, നിലവിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്തുകൂടി ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. 101-ാമത്തെ ചോദ്യം. ഇടമുറിഞ്ഞ വെള്ളരേഖയാണ് റോഡിലുള്ളതെങ്കിൽ വാഹനത്തിന് വാഹനവീതി മാറ്റിപ്പോകുവാൻ സാധിക്കുന്നതാണോ? ഉത്തരം ആവശ്യമെങ്കിൽ ഇടമുറിഞ്ഞ വെള്ളരേഖയാണ് റോഡിലെങ്കിൽ വാഹനവീതി മാറ്റിപ്പോകാവുന്നതാണ്. 102-ാമത്തെ ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം അനുവദനീയമാണോ? ഉത്തരം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. 103-ാമത്തെ ചോദ്യം. രാത്രി കാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിച്ചിരിക്കണം? ഉത്തരം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം. 104-ാമത്തെ ചോദ്യം. സ്കൂൾ ബസ്സുകൾ കുട്ടികളെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തിയിരിക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എന്തു ചെയ്യണം? ഉത്തരം കുട്ടികൾ ആ ഭാഗത്തു കൂടെ ഓടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കരുതലോടെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ സ്കൂൾ ബസ് മുന്നിലേക്ക് പോകുന്നത് വരെ വാഹനം വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം സ്കൂൾ ബസ് മുന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുട്ടികൾ ഓടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് പതിയെ സൈഡിലൂടെ കടന്നു പോകാം. എന്നാൽ വികസിത വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ USA പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകൾ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സ്കൂൾ ബസ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു സ്റ്റോപ്പ് സിഗ്നൽ പുറത്തേക്ക് വരുന്നതാണ്. ഈ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റോഡിന് ഇരുവശത്തും ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മുടെ മുന്നിലാണ് സ്കൂൾ ബസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കതിനെ മറികടന്ന് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ നേരെ എതിർദിശയിലേക്ക് വരുന്ന വാഹനങ്ങളും സ്കൂൾ ബസ്സിൻ്റെ മുൻപിലായിട്ട് അവർ നിർത്തിയിട്ടിരിക്കും. ഇത്തരത്തിൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സ്കൂൾ വാഹനത്തിനെ, ബസ്സോ വാനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളതിനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു തുക പിഴയായി നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. നമ്മൾക്ക് വേഗത കുറച്ചിട്ട് ഈ ബസ്സിനെ മുൻകടന്ന് പോകുവാൻ സാധിക്കുന്നതാണ്. 105-ാമത്തെ ചോദ്യം. യാത്രക്കാരെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ബസ്സിന് വിദ്യാലയ സ്ഥാപനങ്ങൾക്കരികെ ഉപയോഗിക്കാവുന്ന പരമാവധി വേഗത എത്രയാണ്? ഉത്തരം 15 കിലോമീറ്റർ. 106-ാമത്തെ ചോദ്യം. പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുവാൻ പാടുണ്ടോ? ഉത്തരം ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. 107-ാമത്തെ ചോദ്യം. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്താണ്? ഉത്തരം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെയാണ് ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത്. 108-ാമത്തെ ചോദ്യം. അന്ധന്മാർ വെളുത്ത വടിയുടെ സഹായത്താൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഡ്രൈവർ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം
അന്ധന്മാർ ഉപയോഗിക്കുന്ന വെളുത്ത വടി വാഹനം നിർത്തുവാനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തണം. 109 ചോദ്യം. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? ഉത്തരം: റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനമുണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന അറിവോടെ കരുതലോടെയുള്ള ഡ്രൈവിംഗ് ആണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നാൽ. 110 ചോദ്യം. മലമ്പാതകളിൽ മീഡിയം മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാവുന്ന പരമാവധി വേഗത എത്രയാണ്? ഉത്തരം: 35 കിലോമീറ്റർ. 111 ചോദ്യം. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഡ്രൈവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്? ഉത്തരം: പുകവലി പാടില്ല. 112 ചോദ്യം. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിനെ എങ്ങനെ തിരിച്ചറിയും? ഉത്തരം: വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി തിരിച്ചറിയാം. 113 ചോദ്യം. ഏത് വശത്തുകൂടെ ഓവർടേക്ക് ചെയ്യണം? ഉത്തരം: വലതുവശത്തുകൂടി. 114 ചോദ്യം. ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: മുമ്പിലുള്ള റോഡ് വ്യക്തമായി കാണുകയും അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. 115 ചോദ്യം. വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ഉത്തരം: റേഡിയേറ്ററിലെ വെള്ളവും എൻജിൻ ഓയിലും പരിശോധിച്ചിരിക്കണം. 116 ചോദ്യം. സ്റ്റോപ്പ് ലൈൻ എന്നാൽ എന്ത്? ഉത്തരം: റോഡ് ജംഗ്ഷൻ, കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം എന്നിവയ്ക്ക് തൊട്ട് മുമ്പ്. 117 ചോദ്യം. ഒരു ചരക്ക് വാഹനത്തിൻ്റെ പുറകുവശത്തു നിന്നും തള്ളി നിൽക്കാവുന്ന ലോഡിൻ്റെ പരമാവധി നീളം എത്രയാണ്? ഉത്തരം: 100 സെൻറ്റിമീറ്റർ അഥവാ 1 മീറ്റർ. 118 ചോദ്യം. ഇരുചക്ര വാഹനങ്ങളിൽ 2-ൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് നിയമപ്രകാരം അനുവദനീയമാണോ? ഉത്തരം: ഇത് നിയമവിരുദ്ധമാണ്. 119 ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം അനുവദനീയമാണോ? ഉത്തരം: ഉപയോഗിക്കുവാൻ പാടില്ല. 120 ചോദ്യം. വാഹനത്തിൻ്റെ മഞ്ഞ ലൈറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: മൂടൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ. 121 ചോദ്യം. അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന് എന്തെല്ലാം കാരണങ്ങളാൽ ഒരു വാഹനം പിടിച്ചെടുക്കാം? ഉത്തരം: പെർമിറ്റ്, രജിസ്ട്രേഷൻ രേഖ എന്നിവ ഇല്ലെങ്കിൽ, പെർമിറ്റ് നിബന്ധനകൾ ലംഘിക്കുമ്പോൾ, ടാക്സ് അടച്ച രേഖകൾ ഇല്ലെങ്കിൽ. 122 ചോദ്യം. അപകടകരമായ വിധത്തിലോ വേഗതയിലോ വാഹനം ഓടിക്കുന്നത് കണ്ടുപിടിക്കപ്പെട്ടാൽ ഡ്രൈവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഉത്തരം: 200 രൂപ പിഴ. എന്നാൽ ഓർക്കുക, പുതിയ നിയമപ്രകാരം എന്താണ് ശിക്ഷ, അതാണ് ലഭിക്കുക. 123 ചോദ്യം. വാഹനത്തിൻ്റെ ഒറ്റത്തവണ നികുതിയുടെ കാലാവധി എത്രയാണ്? ഉത്തരം: 15 വർഷം. 124 ചോദ്യം. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: വാഹനം ഓടിക്കുവാൻ ലൈസൻസ് ഉള്ള ആൾ ആ വാഹനം നിയന്ത്രിക്കുവാൻ കഴിയും വിധം വാഹനത്തിൽ ഉണ്ടാവണം. വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും എൽ എന്ന ബോർഡ് ഉണ്ടായിരിക്കണം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ വാഹനം ഓടിക്കുവാൻ പാടുള്ളൂ. 125 ചോദ്യം. സിഗ്നൽ ലൈറ്റുള്ള ജംഗ്ഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ ലൈറ്റുകൾ മാറുന്നതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ചോദ്യം. മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: വാഹനം മുന്നോട്ടെടുക്കുവാൻ തയ്യാറാകണം. 2 ചോദ്യം. സിഗ്നൽ ലൈറ്റിൽ പച്ച ലൈറ്റ് തെളിയുമ്പോൾ ഡ്രൈവർ ചെയ്യേണ്ടതെന്ത്? ഉത്തരം: മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വാഹനം ഡ്രൈവർ മുന്നോട്ട് നീക്കി തുടങ്ങണം. 126 ചോദ്യം. ഒരു സ്വകാര്യ വാഹനം ഓടിക്കുന്നതിന് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം: 20 വർഷം. അല്ലെങ്കിൽ ഡ്രൈവർക്ക് 50 വയസ്സാകുന്നത് വരെ. ഏതാണോ നേരത്തെ ആകുന്നത് അതനുസരിച്ചായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി. ഉദാഹരണത്തിന്, ഒരു വ്യക്തി തൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വകാര്യ വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി 20 വർഷം അഥവാ 40 വയസ്സ് വരെ ലഭിക്കുന്നു. എന്നാൽ ഒരു വ്യക്തി തൻ്റെ 40ാമത്തെ വയസ്സിലാണ്
ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 50 വയസ്സാകുന്നതുവരെയുള്ള 10 വർഷക്കാലമാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധിയായി ലഭിക്കുന്നത്. 50 വയസ്സ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടതാണ്. 127ാമത്തെ ചോദ്യം. വാഹന അപകടത്തിൽപ്പെട്ട വ്യക്തിയെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ചികിത്സിക്കുവാൻ ബാധ്യസ്ഥനാണോ? ഉത്തരം ബാധ്യസ്ഥനാണ്. ഇതിൽ സ്വകാര്യ ആശുപത്രിയെന്നോ ഗവൺമെൻറ് ആശുപത്രിയെന്നോ വ്യത്യാസമില്ല. ഡോക്ടറാണെങ്കിൽ വാഹന അപകടത്തിൽപ്പെട്ട ആളെ ചികിത്സിച്ചിരിക്കണം. 128ാമത്തെ ചോദ്യം. മാൻഡാറ്ററി ട്രാഫിക് സൈൻസ് അഥവാ നിർബന്ധമായും അനുസരിക്കേണ്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വട്ടത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ. പ്രത്യേകിച്ച് ഓർക്കുക, ഇത് അധികവും ചുവന്ന വട്ടത്തിനുള്ളിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ചുവന്ന വട്ടത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ നിർബന്ധമായും അനുസരിക്കേണ്ട ചിഹ്നങ്ങളാണ്, അഥവാ മാൻഡറ്ററി ട്രാഫിക് സൈൻസ് ആണ്. 129ാമത്തെ ചോദ്യം. കോഷണറി ട്രാഫിക് സൈൻസ് അഥവാ മുന്നറിയിപ്പ് നൽകുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ത്രികോണ ആകൃതിയിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളാണ് മുന്നറിയിപ്പ് നൽകുന്ന ചിഹ്നങ്ങൾ. 130ാമത്തെ ചോദ്യം. ഇൻഫോർമേറ്ററി ട്രാഫിക് സൈൻസ് അഥവാ അറിയിപ്പ് നൽകുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ചതുരത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നവ. ഇത് പ്രധാനമായും നീല കളറുകളിലാണ് കൊടുത്തിരിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 3 ചിഹ്നങ്ങളുടെയും ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നു. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി 2 വീഡിയോസും കൂടി വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഈ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.